ഇന്നേ എൻ്റെ ഡ്യൂട്ടി അല്ല കേട്ടോ. അപ്പം ഇന്ന് പക്ഷേ ഞാനിന്ന് ഡ്യൂട്ടി എടുക്കുകയാണ്. അപ്പം ഇത് ഞാനിന്ന് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളോട് പറയാൻ മറന്നു പോയിരുന്നു. അപ്പം പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്ന ആൾ എന്നോട് ഭയങ്കര ദേഷ്യം, എന്താ നിങ്ങൾ ഇന്ന് പറയാനത്, ഭയങ്കര പ്രശ്നങ്ങൾ. പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് തിരിച്ച് ദേഷ്യം പിടിക്കാൻ തോന്നി. ഞാൻ പറഞ്ഞു, മനസ്സേ ശാന്തമാവൂ, ശാന്തമാവൂ. ദേഷ്യം പിടിക്കാനൊക്കെ ആൾക്കാരില്ലെങ്കിൽ നമ്മൾ ജീവിതം നമുക്ക് വേണ്ടപ്പെട്ട ആരും ഇല്ല എന്നാണ് അർത്ഥം. ഒരാൾക്ക് മറ്റൊരാളുടെ ദേഷ്യം പിടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കുന്നത് എവിടെ നിന്നാണ്? അത് അവർക്ക് നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാവുന്നതുകൊണ്ടാണ്. അതാണ് ഭാര്യയും ഭർത്താക്കന്മാർ തമ്മിലും വീട്ടുകാർ തമ്മിലും സമൂഹത്തുമായിട്ടൊക്കെ ദേഷ്യങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. എനിക്ക് ഇവരോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ ദേഷ്യം പിടിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ദേഷ്യം പിടിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് നിസ്സഹായാവസ്ഥ ഉണ്ടാവും. അവർക്ക് മറ്റാരോടോ പറയാനുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെച്ച പലതും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടപ്പെട്ട ഒരാളെ കിട്ടുന്നതുകൊണ്ടായിരിക്കും. ഈ ദേഷ്യത്തിന് തിരിച്ചങ്ങോട്ട് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാലോ, അന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് അശാന്തിയുടെ തീരത്തൂടെ വിരഹിക്കേണ്ടി വരും. ഒരു ഭൂകമ്പം പോലെ, ഒരു വോൾക്കാനോ പോലെ ഏറ്റവും ദുസ്സഹരമായൊരു ജീവിതമായി മാറും. അപ്പോൾ തിരിച്ചങ്ങോട്ട് ദേഷ്യം പിടിക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ അവരുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച്, അവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക, നമ്മളെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മൾ വ്യക്തിപരമായി അതിനെടുക്കാനും പാടില്ല. പിന്നെ വേണമെങ്കിൽ ഈ ദേഷ്യം പിടിക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പോപ്പ് സംഗീതമൊക്കെ ആലപിക്കുന്ന പോലെ യ്യ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാമെന്ന് വിചാരിക്കാം. പിന്നെ ഒരു ശത്രുവാണ് നിങ്ങളെ, ശത്രുവിൻ്റെ അടുത്ത് നിങ്ങൾ ദേഷ്യം പിടിക്കുന്നെങ്കിൽ അവിടെ ദയയോടെയും കടന്നു വരണം. ശത്രു മരിച്ച രംഗം ചിന്തിക്കാം. മിത്രങ്ങളെടുത്തു നിന്നാണെങ്കിൽ ഈ ഹാസ്യാത്മക രൂപത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ നിസ്സഹായാവസ്ഥയിലേക്ക് നിങ്ങൾ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് എന്നും ചിന്തിക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിന് പരിവർത്തനം ചെയ്യാം. ഓക്കെ, ബൈ.